ഹേ ഗായ്സ്, അപ്പോൾ ഇന്നൊരു ബ്യൂട്ടിഫുൾ സൺഡേ ആണ് കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ നോർമലി സൺഡേസിലൊക്കെ നമ്മൾ സ്പെഷ്യലായിട്ട് ബീഫ് വാങ്ങാനാണ് കേട്ടോ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഗൈസ് ഇന്നൊരു ചേഞ്ച് ഉണ്ട്. നമ്മൾ ഇന്ന് ബീഫ് വാങ്ങാൻ വേണ്ടിയിട്ടല്ല, ചിക്കൻ വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അതും ബ്രോയിലർ ചിക്കൻ ഒന്നും അല്ല കേട്ടോ, നല്ല നാടൻ ചിക്കൻ അന്വേഷിച്ചിറങ്ങിയതാണേ. അത് കിട്ടുന്ന ഒരു സ്പോട്ട് നമ്മൾ കായംകുളത്ത് തന്നെ ഫൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി പറയുകയാണെങ്കിൽ ഞായറാഴ്ചയൊക്കെ ഒരു ലീവ് എടുത്ത് വീട്ടിൽ ഇരിക്കുന്നത് തന്നെ അത്യാവശ്യം നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ. വീട്ടിലാണെങ്കിൽ ഇന്ന് വേറൊരു പരിപാടിയും കൂടെ ഉണ്ട് കേട്ടോ. നമ്മുടെ തൊഴിലുറപ്പ് ചേച്ചിമാരെ ഇന്ന് നമ്മുടെ വീട്ടിലാണ് കേട്ടോ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത്. അവരുടെ വർക്ക് ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഷോപ്പിലോട്ടൊന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. സൺഡേസിൽ നമുക്ക് മാത്രമേ ഓഫുള്ളൂ, ഷോപ്പിന് ഓഫൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഷോപ്പിലെ പരിപാടികളൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് നമ്മൾ ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ആർക്കുമല്ല, നമ്മുടെ രാഹുൽ മോന് കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കായംകുളത്ത് തന്നെയുള്ള ഗിറ്റെക്സിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻ കിട്ടും, ബോയ്സിൻ്റെ, ഗേൾസിൻ്റെ ഇല്ല കേട്ടോ. അങ്ങനെ അവിടുന്ന് നല്ല 1-2 അടിപൊളി ടീഷർട്ടും ട്രാക്ക് പാൻസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് താഴോട്ട് വന്നപ്പോൾ ദാ കൂളിംഗ് ഗ്ലാസിൻ്റെ സെക്ഷൻ. അവിടെ നിന്ന് കുറച്ച് പട്ടിഷയൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ സാധനം വാങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ പറയത്തക്ക കളക്ഷൻ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. നേരത്തെയൊക്കെ ഇവിടെ വരുമ്പോൾ നല്ല ടീഷർട്ടും ബനിയനും കാര്യങ്ങളും ഒക്കെ ഇവിടുന്ന് കിട്ടുമായിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ചധികം സമയം നിന്ന് ഷോപ്പ് ചെയ്തതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പിന്നീട് ജ്യൂസൊക്കെ പിന്നെ പോയി തീറ്റിയിലോട്ടൊക്കെ അവസാനിച്ച് കഥയൊന്നും പറയാതിരിക്കുന്നത് നല്ലത്. ഞാനൊരു മോൺസ്റ്റർ ഷേക്കാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏട്ടൻ ചിക്കു ഷേക്ക് ഫസ്റ്റ് ടൈമാണ് കേട്ടോ നമ്മൾ ട്രൈ ചെയ്യുന്നത്. കുറേ അധികം റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് വാങ്ങി നോക്കിയതാണ് കേട്ടോ. പക്ഷെ പേഴ്സണലി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു കേട്ടോ. ആ ഒരു മോൺസ്റ്റർ ഷേക്ക് അടിപൊളി സംഭവമായിരുന്നേ. എന്നിട്ട് അവിടെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ലോഡർ ഫ്രൈസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ഫിനിഷ് ആക്കിയിട്ട് നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. സീ ഫ്രം ദി നെക്സ്റ്റ് വീഡിയോ.